അതിന്റെ മുകളിൽ തൂങ്ങിയ പൊട്ടിക്കലടാ. ആണ് അതോടെ താഴ്ന്ന വണ്ടി ഏതോ ടീം കുന്ന് കയറിയുണ്ടാവും. തിരിച്ചിറങ്ങട്ടെ, ചില്ലറ വാങ്ങാം. ഞാൻ തന്നെ അടിക്കായിട്ട് എന്തൊക്കെയോ തരാറിഷ്ട. പൈസ വേണ്ടേ? രണ്ട് ടീം വരുന്നുണ്ടല്ലോ, ഉടായിപ്പാണെന്ന് തോന്നുന്നത്. വണ്ടി ഓഫാക്കടാ. എന്താ പരിപാടി? പരീക്ഷ. ആർക്ക്? ഞങ്ങൾക്ക്. പെങ്ങളോ? ഞങ്ങള് ആങ്ങളമാർ തന്നെയാടാ. പിന്നെ ഇതേമാതിരി കൊറേ ആങ്ങളമാരും പെങ്ങന്മാരും കൊണ്ട് ഈ കുന്ന് കയറലുണ്ട് ഇല്ലടാ. എന്ത് പരീക്ഷാടി? നീറ്റ്. ഭയങ്കര നീറ്റാണ്. ഞങ്ങൾ അത്ര നീറ്റ് ആൾക്കാരല്ല. കൂതറകളാ, ഭയങ്കര കൂതറകളാ. അല്ല മോളെ, എന്തൊക്കെ പരീക്ഷ ഉണ്ട്, കണക്ക് പരീക്ഷ ഉണ്ട്, സാമൂഹ്യ പാഠമുണ്ട്. ഇതൊന്നും അല്ലാണ്ട് നീറ്റ് എന്നൊക്കെയാണ് പറഞ്ഞുകൂടാ. വായ തോന്നുന്ന പറയല്ലേ. അല്ല, ഈ പരീക്ഷ ആകുമ്പോ ഹോൾ ടിക്കറ്റ് ഒക്കെ ഉണ്ടാവില്ല? അതുണ്ടാവും. നോക്കണ്ടേ? നോക്കണല്ലോ. പെങ്ങളെ ഹോൾ ടിക്കറ്റ് ഞങ്ങളൊന്ന് നോക്കട്ടെട്ടാ. ഉണ്ടോന്ന് നോക്കട്ടെ മോളെ ഏട്ടൻ. എന്താ മക്കളെ ഇതിനകത്ത്? ചോദ്യപത്രമായിരിക്കും. ഇടത്തെന്താ ടി വി റിമോട്ടോ? അത് ശരി, പരീക്ഷക്കാന്നും പറഞ്ഞ ടി വി കാണാൻ പോവല്ലേ? കാൽക്കുലേറ്റർ ആണ്. അയ്യോ എടാ ഡബ്ബർ. അതാ കർലാസൻസിലെ സ്കെയിലൊക്കെ. ഇത് ഞങ്ങൾ ആരോടും പറയാണ്ടിരിക്കണമെങ്കിൽ ചില്ലറ തന്നാ പോവാ. എന്താട്ട പ്രശ്നം? ഓ, പ്രശ്നം എന്താന്ന് എനിക്ക് അറിയണല്ലേ? അങ്ങനാണെങ്കിലേ ഇവിടുന്ന് പോവണ്ട. അതന്നെ. എന്താടാ എന്താ നോക്കുന്നത്? എന്താണ്ട് ഇവിടെ ഉണ്ടായത്? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്കൊക്കെ ഓർമ്മയുണ്ട്. എന്താ നോക്കുന്നത്? ആരാത്? ഇതോ സദാചാരക്കാര്. കിളിയേ, എന്തൊരു കാലാണ്ടോ അത്. കാണിച്ചില്ലേ? എന്ത് കാല്? എന്തൊരു കാലഘട്ടമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പണ്ട് ഈ കുന്നിൻ്റെ മുകളിൽ എത്ര പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാ നമ്മൾ? ചുരുങ്ങിയത് ഒരു 1000 ഉറുപ്പെങ്കിലും നമ്മൾ ഡെയിലി ഉണ്ടാക്കിയിട്ടുണ്ട്. 1000 ബാക്കിയാർക്കാ? ഇവിടെ 4000 ഉറുപ്പ്യ കിട്ടിയ ദിവസമല്ലേ? അത് മാത്രല്ല സാധനങ്ങളൊക്കെ വേറെ. പറയുന്നത് കേട്ട വിചാരിക്കും പണിക്ക് പോയിട്ടാണെന്ന്. കുട്ടികളെ പറ്റിച്ചിട്ടല്ലേ? പ്രാക്ക് ഉണ്ടാവൂടോ. ഇയാൾ നമ്മളെ കമ്പനി ശരിയാവില്ല. നീ പോല്ലേ?
ഇല്ലയേ ആ പണ്ട് താമരശ്ശേരിയിൽ നിന്ന് വന്ന ഒരു ടീമിനെ നമ്മൾ ഞെട്ടിച്ചു വിട്ട് ഓർമ്മ ഉണ്ടാ എനിക്ക്? മറക്കാൻ പറ്റുമോ? ഓ അതൊക്കെ ഒരു സുവർണ കാലം തന്നെയേനു മോനെ. കാറ്റെങ്ങനുണ്ട്? ഇവിടുത്തെ കാറ്റ് എനിക്ക് അറിയില്ല. ഇവിടത്തെ കാറ്റാണ് കാറ്റ്. എവിടുന്നാ? താമരശ്ശേരി. താമരശ്ശേരി. മോളെവിടുന്നാ? കൊടുവള്ളി. ഓ കൊടുവള്ളി താമരശ്ശേരി. ഓ ഇവിടെ എന്താ? ഇല്ല ഒന്നുമില്ല, ഞങ്ങള് ഒന്ന് വെറുതെ കൊണ്ട് വെറുതെ വന്നു. ഇതാരാ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ. നല്ല കുട്ടിയാട്ടോ ചേരു. ഇതാരാ? കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. ഒരു കാര്യം ശ്രദ്ധിച്ചല്ലേ, ഈ കല്യാണം കഴിക്കാൻ പോണുള്ളൂ, കല്യാണം കഴിച്ചില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവിടെ ഒരു കല്യാണ മണ്ഡപം അങ്ങോട്ട് ഉണ്ടാക്കിയാലോ? നന്നാവും. കാരണം കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ഒരുപാട് വരുന്നാണല്ലോ അവിടെ. നമ്മ അങ്ങോട്ട് കെട്ടിച്ചു വിടാ. അതൊക്കെ ചേരുട്ടോ കുട്ടി, നല്ല കുട്ടിയാ. അല്ല ഇത് കൂളിംഗ് ഗ്ലാസ്. അത് അല്ല അത് സാധാരണ കൂളിംഗ് ഗ്ലാസ് അല്ലടാ. അയ്യ സാധാരണ ക്ലാസ്സാ. കൊടുത്താളുടെ എന്തിനാണ് വെറുതെ നമുക്ക്? അപ്പൊ വീട്ടുകാരും അറിയില്ല അങ്ങനെ വന്നതില്ലേ. ഒരു കാര്യം ചെയ്യാ, നമുക്ക് നാട്ടുകാരൊന്നും അങ്ങോട്ട് അറിയിച്ചാളാ. അത് നല്ല ഐഡിയ. അത് നമുക്ക് അറിയിച്ചെടുക്കാം. അല്ല 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 ഒറ്റ ഫോട്ടോ. അല്ല ഞങ്ങളുടെ നാട്ടിലൊന്നും ഫോട്ടോ ലൈവ് വേണ്ട, സെൽഫി സെൽഫി. അല്ല ലൈവ് സെൽഫി ഡിലീറ്റ് ചെയ്യാൻ 1000 രൂപ കൊണ്ടാ. നിസ്സാരമായ 1000 രൂപ. എടാ പൈസ അല്ലേട്ടാ കയ്യില്. ഏട്ടാ എന്തെങ്കിലും കൊടുക്കും, വേഗം പോവാ. അത് പോയിന്റ്. അതിന്റെ വിവരമുണ്ട്. അത് മതി. വണ്ടിക്ക് പോകാൻ പൈസ ഇല്ലേ? ഒറ്റ മിനിറ്റ്. അല്ല കൊട കൊട. അച്ഛനെ ഒരു കൊട ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛനെ കൊറേന്റെ ഒരു കുറവും കൂടെ ഉണ്ട്. നിങ്ങൾ പോയിക്കോളെ പോയിക്കോളെ കേട്ടോ. ഇനി ഇത് ആവർത്തിക്കരുതേ. പിന്നെ ഇത് എന്റെ കല്യാണത്തിന് ഇന്റെ വക ഒരു ഗിഫ്റ്റ്. കിടക്കട്ടെ വാച്ച്. പോയിക്കോ പോയിക്കോ. വേം വിട്ടോ വേം വിട്ടോ വേം വിട്ടോ. ഓക്കെ മോളെ, കല്യാണത്തിന് കാണാം. ഏട്ടാ ഡിലീറ്റ് ചെയ്യണേ. ഓക്കെ ഓക്കെ, ചതിയിൽ വഞ്ചനല്ല, പോയിക്കോ. എടാ അടുത്ത ടീം അതാ. വാച്ച് നോക്കാം. ഇല്ല ഇല്ല, ഇരുന്ന് സെറ്റ് ആവട്ടെ. എന്താണ് നിങ്ങൾ ഇങ്ങനെ ആയി പോയത്? ഞാൻ പണ്ട് ഗുരുവായൂരപ്പങ്ങളെ പഠിക്കുന്ന കാലം. ഈ അതിന് കോളേജ് പോയിണ്ട്? അല്ല ഞാനല്ല, KT ബിന്ദു. എനിക്കവളെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. ഞാൻ ഈ കോളേജിൻ്റെ താഴത്ത് ഇങ്ങനെ ചേപ്പറടിച്ച് നടക്കുകയല്ല ചെയ്യുക. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവക്കൊരു ലവ് ലെറ്റർ കണ്ട് കൊടുത്തു. കൂട്ടത്തൻ്റെ പിറ്റേന്നതാ വരുന്ന KT മനോജ്, KT സന്തോഷ്, KT പ്രജീഷ്. അതൊക്കെ ആരാ? ഇവിടെ ആങ്ങളമാര് വന്നതെന്ന് മാത്രമല്ല, അറഞ്ചം പുറത്ത് എന്നെ തല്ലിയിട്ട് പുല്ലായ മുടക്കിയമാര് മുലക്കിട്ട് പോയി കാഞ്ഞ്. അന്ന് മുതൽ പ്രേമിക്കണവരെ കണ്ടാൽ എനിക്ക് പ്രാന്താണ്. ചേരാണ്ടാ ചൊറിയും. കാര്യം പറയും. അതെ ഓന്റെ കഥ. എന്താ എന്റെ പ്രശ്നോ? നിങ്ങൾക്ക് രമണേച്ചിനെ അറിയാം? ഏത് രമണി? എന്റെ വീട്ടിനടുത്തുള്ള ഗൾഫിലെ മണിന്റെ ഭാര്യയോ? അറിയാലോ കള്ള. എടാ നമ്മളെ രമണേച്ചി അലക്കുന്ന സമയത്തെ ഞാൻ അതിലേ ഇങ്ങനെ പോവേന്. പരിചയഭാവത്തിൽ ഞാനൊരു ചിരി ഇരിച്ചു. എങ്ങനെ? നമ്മള് സാധാരണ ചിരിക്കും പോലെ അങ്ങനെ. ഇതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതിനായമ്മ എന്റെ മുഖത്ത് നോക്കിട്ടെ ഒറ്റ ആട്ട് കാർ തുപ്പി. ഞാൻ വിടുവോ? അന്ന് മുതൽ മൂപ്പത്തിക്ക് ഓങ്ങി വെച്ചതാ ഞാന്. അതിനുശേഷം അയമ്മന്റെ വീട്ടിലെ ആ സമയത്ത് ആരും അറിയാതെ ഒരുത്തൻ കയറി ഇറങ്ങുന്ന എന്റെ ശ്രദ്ധപ്പെട്ടിട്ട്. അത് ഓളെ ആങ്ങളെയാണ്ടോ? അത് നോക്ക്, എനിക്കോൻ ഏതോ ഒരുത്തനാ. എന്തായാലും ഓളെ ഞാൻ പൂട്ടും, നാട്ടുകാരുടെ മുമ്പിൽ നാറ്റിക്കും. പാവല്ലടോ. ആര്? ഓള്. ഞങ്ങൾക്കൊരു മുദ്രാവാക്യം തന്നെ ഉണ്ടോ നിങ്ങൾക്ക്? മുദ്രാവാക്യമുണ്ട്. ഞങ്ങൾക്കില്ലെങ്കിൽ ആർക്കും വേണ്ട. മാസങ്ങൾക്ക് ശേഷം 2 ഇണക്കിളികൾ. സെറ്റാവട്ടെ സെറ്റാവട്ടെ. ഓരോ മറുവിലേക്കാണല്ലോ പോണത്. എൻ്റെ മൊബൈൽ എടുത്തോ, നമുക്ക് വീഡിയോ എടുക്കാം. വാ. തലയിൽ ഹെൽമെറ്റ് ഇട്ട ആളെ മനസ്സിലാവില്ല എന്നോളെ വിചാരം. ഈനാ തന്തയും തള്ളിയും രാവിലെ തന്നെ പറഞ്ഞയക്കുന്നത്. ഇത്
ഇത് മാത്രല്ല ഇപ്പൊ തുണി കൊണ്ട് ഇങ്ങനെ ഒരു കെട്ടും കൂടെ ഉണ്ട് ഇവർക്ക്. ഇത് കെട്ടിയാൽ എന്തു ആവാന്നാ വിചാരം. അല്ല ഓളെ കൂടെ വേറൊരുത്തുണ്ടായല്ലോ, ഓനടെ പോയി. ഓൻ ചിലപ്പോ എവിടെയെങ്കിലും പറ്റിയ സ്ഥലം നോക്കാൻ പോയതായിരിക്കും. സൊള്ളാൻ. വാ, 2000 ഉറുപ്പിയെങ്കിലും മേടിക്കണം. എന്താ മോളെ ഒരു നാണൊക്കെ? എന്താ ഒന്നും മിണ്ടാത്ത കിളിയേ, ഒക്കെ ഞാൻ മിണ്ടിച്ചേരാ. എങ്ങനെ? അന്റെ മോന്തൊന്ന് കാണട്ടെ മോളെ. ഇങ്ങോട്ട് നിക്ക്, ഇങ്ങോട്ട് നിക്ക് മോളെ. എടാ കിളിയേ, ഊരട്ടെ. നൈസായിട്ട് ഊരടാ. നമ്മളെ കളിക്കണേ അടങ്ങിക്കാടെ. ഞാനൊന്ന് കാണോ. എന്തേട്ടാ, എന്താ നിങ്ങളെ പ്രശ്നം? ഒന്നുമില്ല. ഒന്നുമില്ല. എന്താണ് താടി മുടിയുള്ള പെണ്ണോ? പെട്ടല്ലടാ, താടി മുട്ടുള്ള ആണാണത്. പിന്നെ എന്തായാലും അബദ്ധം പറ്റി. മസിൽ വിടണ്ട, ഞെട്ടിച്ച് പൈസ കൈമലാക്കി വേഗം വിടുന്ന് വിടാം. വാ കിളിയേ, ഇതല്ല, ഇത് മറ്റേതാ. എന്റെ കൂടെ ഉള്ളവനെ എവിടാ? പറടാ. എന്താ പ്രശ്നം? എന്നതാ വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വാ. എന്താ പ്രശ്നം? എന്താണ് അവിടെ പരിപാടി? എൻ്റെ ഏട്ടാ, രാവിലെ പൊറാട്ടയും കറിയും കഴിച്ചിട്ട് വയറാകെ കോളായി കിടക്കുക. കുറെ നേരം ഞാൻ നല്ലൊരു സ്ഥലം നോക്കി നടക്കണ്. ഇവിടെ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോ ഞാൻ കാര്യം അങ്ങോട്ട് സാധിച്ചു. ഇപ്പൊ എന്താ ഒരു ആശ്വാസം. വട പോ. ആന്നല്ലോ, കുപ്പി വെള്ളമായിട്ട് ഈ കള്ളുടിക്കാൻ പോയതല്ലടാ. അല്ലേ? പറഞ്ഞാ മനസ്സിലാവില്ല. കാര്യം പറയാണ്ട് ഈ ഇവിടുന്ന് പോവില്ല. കാര്യം പറയാതെ ഞങ്ങൾ ആരും ഇവിടുന്ന് പോവാൻ സമ്മതിക്കലില്ല. ഇല്ലടാ. കാര്യം പറഞ്ഞാലേ നിങ്ങൾ സമ്മതിക്കൂ. ഇത് നമ്മളെ ഏരിയ. അത് ശീലായി പോയി. കാര്യം പറയാ അല്ലേ? അങ്ങനെ വൈക്കാൻ ഇവിടെ പല്ലുവേനയാ. നാക്ക് ഇതുകൊണ്ട് തരാം. എടാ, എനിക്ക് വേദന ഉണ്ടോ? അടിന്ന് പറഞ്ഞ ഇതൊന്നല്ലടാ അടി. അന്നാ പെണ്ണിന്റെ അടുത്ത് നമുക്ക് കിട്ടിയില്ലയോ, അതാണ് അടി. ഇതൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അടിയായി പോയി. അതും ഇടത്തെ കൈയുണ്ട്. എടാ, അതൊക്കെ ഓരോന്ന് സെറ്റാവട്ടെ. ഒരു മിനിറ്റ്. പല്ലുവേനയാ.